വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ DMIയോട്, ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 8 മാസത്തിന് മുമ്പ് ശ്രീമതി വീണ ജോർജ് കഴുത്തിന് വേദനയായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ട്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1.5 വർഷം മുമ്പ് വീണ ജോർജ് ഒരു സർജറിക്ക് വിധേയമായിട്ടുണ്ട്. അവർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 1 വർഷത്തിന് മുമ്പ് ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന് ഞാൻ വീണ ജോർജ് ചോദിക്കുകയാണ്. അവിടെ ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ചോദിക്കുകയാണ്. ഇത്ര ആഗോള പ്രസിദ്ധമായ കേരളത്തിലെ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയിൽ സ്വന്തം മന്ത്രിക്ക് പോലും നല്ല ചികിത്സ ലഭിക്കില്ല എന്നതുകൊണ്ടാണോ ബഹുമാനപ്പെട്ട മന്ത്രി വെല്ലൂരേക്ക് പോയത്? വെല്ലൂരേക്ക് പോയിട്ടുണ്ടോ, ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന് മന്ത്രി വ്യക്തമാക്കണം. ഇപ്പോൾ മന്ത്രിയുടെ കൈക്ക് ഉണ്ടായ പരിക്ക് നേരത്തെ ഉള്ളതാണെന്ന് വിഷ്വൽ മീഡിയ എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ കഴുത്തിലുള്ള പരിക്കാണ്. അതും പത്തനംതിട്ടയിൽ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് അത് നേരത്തെ ചികിത്സ തേടിയിട്ടുള്ളതാണ്. അവർ സത്യസന്ധമായി പറയണം. അവർക്ക് വീഴ്ച പറ്റിയെന്ന് അവർ പറയണം. അവരെ ഒരു നാടകം കളിച്ചു തുറന്നു പറയണം. പറഞ്ഞ് കേരളത്തിൽ DYFIയും SFIക്കാരും CPMമാരും നടത്തുന്ന അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം. കാരണം കലാപം ഉണ്ടായതിന് മുഴുവൻ കാരണം ഈ വ്യക്തി മാത്രമാണ്. അവരാണ് ഉത്തരവാദി. അതുകൊണ്ട് വീണ ജോർജ് ഇക്കാര്യത്തിൽ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയണം. നമസ്കാരം. ഇന്ന് കേരളം അടിയന്തര വാർത്താ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന വിഷയം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് KSU പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്നും കരിങ്കൊടി പ്രതിഷേധത്തിന് ഇടെ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന്റെ കശേരുക്കൾ KSU പ്രവർത്തകർ അടിച്ചിളക്കി എന്നൊക്കെയുള്ള CPMന്റെ പ്രചരണം തന്നെയാണ്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സ്പീക്കറുമെല്ലാം മന്ത്രി വീണ ജോർജിന് വിദഗ്ധ ചികിത്സ ഏർപ്പാടാക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്നു. തുടർന്ന് വീണ ജോർജിന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കുന്നു. മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ വരുന്നു. സ്കാനിംഗ് റിപ്പോർട്ട്, MRI സ്കാൻ ചെയ്ത റിപ്പോർട്ട് എല്ലാം എടുക്കുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അവരുടെ കഴുത്തിന് കശേരുക്കൾക്ക് ചതവുണ്ട് എന്ന് മാത്രമാണ് ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. സ്കാനിംഗ് റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കണ്ണൂരിൽ നടന്നത് തികച്ചും വീണ ജോർജിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്പീക്കറുടെയുമെല്ലാം ആസൂത്രിതമായ നാടകമായിരുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ഒരു പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സ നേടിയിരുന്നു വീണ ജോർജ് കഴുത്തിന് വേദനയായിട്ട്. 1.5 വർഷം മുമ്പ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വീണ ജോർജ് ഒരു ഓപ്പറേഷന് വിധേയമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പഴകുളം മധു ഇപ്പോൾ വീണ ജോർജിനോട് ചോദിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ ജോർജുമെല്ലാം, ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജുമെല്ലാം നാഴികയ്ക്ക് 40 വട്ടം കൊട്ടിഘോഷിച്ച് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു. വീണ ജോർജ് ആവട്ടെ തന്റെ അസുഖ സംബന്ധമായ ഒരു ഓപ്പറേഷന് വേണ്ടി വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് പോയത്. 8 മാസങ്ങൾക്ക് മുൻപ് വീണ ജോർജ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സീനിയേഴ്സ് ഡോക്ടേഴ്സിന്റെ ചികിത്സ തന്റെ കഴുത്തുവേദനയ്ക്ക് തേടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വീണ ജോർജ് വ്യക്തമാക്കണം. എന്തിനാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി, അതായത് സർജറിക്ക് വേണ്ടി പോയത് എന്നുള്ളതും അവർ വ്യക്തമാക്കണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് വീണ ജോർജിന്റെയും മുഖ്യമന്ത്രിയുടെയും MP ഗോവിന്ദന്റെയും ഷംസീറിന്റെയും എല്ലാം നാടകം മാത്രമാണ്. അവർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു, കള്ളം പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. ഒരു മന്ത്രി എന്ന രീതിയിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വീണ ജോർജും സ്പീക്കർ എന്ന രീതിയിൽ, ഭരണഘടനാ ചുമതലയുള്ള തലവൻ എന്ന രീതിയിൽ സ്പീക്കറുമെല്ലാം ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പഴകുളം മധു പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. ഇത് വീണ ജോർജ് വ്യക്തമാക്കേണ്ടതാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അവർ സർജറിക്ക് വിധേയമായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്തിനാണ്? പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ 8 മാസം മുൻപ് അവർ കഴുത്തില് വേദനയുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി, അതായത് പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ പ്രത്യേകം അവർ എത്തിയ സന്ദർഭത്തിൽ ഡോക്ടേഴ്സിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി പോലും കഴുത്തിന്റെ ചികിത്സയ്ക്ക് അവർ രോഗത്തിന് ചികിത്സ തേടിയിരുന്നു എന്ന് തന്നെയാണ് പഴകുളം മധു വ്യക്തമാക്കുന്നത്. വീണ ജോർജിന്റെയും മുഖ്യമന്ത്രിയുടെയും നാടകങ്ങൾ അത്രയും പൊളിച്ചെടുക്കുന്നതായിരുന്നു പഴകുളം മധുവിന്റെ വെളിപ്പെടുത്തൽ. ഇന്ന് കേരളം കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടതും DYFIക്കാരും CPMകാരും SFIക്കാരും
കോൺഗ്രസ് ഓഫീസുകൾക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ആക്രോശം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നാട് നീളെ കോൺഗ്രസിന്റെ ഫ്ലക്സുകളും ബോർഡുകളും കോൺഗ്രസ് ഓഫീസുകളും എല്ലാം അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെ തള്ളിവിട്ടത് വീണ ജോർജ് തന്നെയാണ്. അതിന് ആഹ്വാനം നൽകിയത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും തന്നെയാണ്. ഇവർ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇവരുടെ പേരിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പഴകുളം മധു വ്യക്തമാക്കിയത്. വീണ ജോർജിന്റെ നാടകം അപ്പടി പൊളിച്ചുകൊണ്ട് വീണ ജോർജ് 8 മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ വൈദ്യസഹായം തേടിയിട്ടുണ്ടായിരുന്നു കഴുത്തിന്റെ ചികിത്സയ്ക്ക്. മാത്രമല്ല വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഇവർ ഒരു സർജറിക്ക് വിധേയമായിരുന്നു എന്നൊക്കെയുള്ള പഴകുളം മധുവിന്റെ പ്രസ്താവന വീണ ജോർജിന്റെ ഈ കള്ളനാടകങ്ങൾ, കപട നാടകങ്ങൾ പൊഴിച്ചടുക്കുന്നത് തന്നെയായിരുന്നു. എന്തിനാണ് ഇത്തരം കപട നാടകങ്ങൾ കളിച്ച് ജനത്തിന് പറ്റിക്കുന്നത്? അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചു ചെല്ലാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സഖാക്കൾക്കും ഉളുപ്പുണ്ട്, നാണക്കേടുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയത്തിൽ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ജനങ്ങളുടെ ഓരോ ചില്ലിക്കാശും അയ്യപ്പന്റെ സർവ്വ സ്വത്തുക്കളും അടിച്ചു മാറ്റിയ പിണറായി വിജയന്റെ ഭരണകൂടവും ഇനി വോട്ട് നേടി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നതിനിടയിൽ ഇനി എങ്ങനെയാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചു ചെല്ലുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് കാക്ക വന്നിരുന്നപ്പോൾ പനമ്പഴം വീണ പോലെ KSU പ്രവർത്തകർ വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത്. വീണത് വിദ്യയാക്കി വീണ ജോർജ് ഇത് തന്നെ ആക്രമിച്ചു, തന്റെ കഴുത്തിന് പരിക്കേറ്റു എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ സൃഷ്ടിക്കുകയായിരുന്നു. അതിന് മുഖ്യമന്ത്രിയും ഷംസീറും MV ഗോവിന്ദനും എല്ലാം കൂട്ടുനിന്നു. എന്നാൽ ഇപ്പോഴും ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നില്ല. MRI സ്കാനിംഗ് റിപ്പോർട്ടുകളും എന്താണ് പുറത്തുവിടാത്തത് എന്നുള്ളതും പഴകുളം മധു പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും 8 മാസങ്ങൾക്ക് മുമ്പ് കഴുത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ചികിത്സ വീണ ജോർജ് തേടിയിരുന്നു. അവർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് വിധേയമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ കേരളത്തിൽ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് കപടമായൊരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. ഇതിന് വീണ ജോർജ് പരസ്യമായി തന്നെ ജനങ്ങളോട് മാപ്പ് പറയണം. കലാപകലുഷിതമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയതിന് അവർക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് പഴകുളം മധു തുറന്നടിച്ചിരിക്കുന്നത്. പഴകുളം മധു വീണ ജോർജിന് എതിരെയായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം. വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ DMIയോട്, ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 8 മാസത്തിന് മുമ്പ് ശ്രീമതി വീണ ജോർജ് കഴുത്തിന് വേദനയായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ട്. പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വന്ന് അവിടെ ഡോക്ടർമാരെത്തി അവരുടെ കഴുത്തിന് പരിശോധന നടത്തിയിട്ടുണ്ട്. വീണ ജോർജ് ഒരു അസുഖം വന്നാൽ അവർ ചികിത്സിക്കാൻ പോകുന്നത് വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു 1.5 വർഷം മുമ്പ് വീണ ജോർജ് ഒരു സർജറിക്ക് വിധേയമായിട്ടുണ്ട്. ഇത് അവരുടെ പാർട്ടിക്കാർ ഞങ്ങൾ തരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സത്യമാണോ? ആരോഗ്യമേഖല ഇത്ര മികച്ചതാണ്, മെച്ചപ്പെട്ടതാണ്, എല്ലാം രക്ഷപ്പെടുത്തി എന്നെല്ലാം വീമ്പ് പറയുന്ന വീണ ജോർജിൻ്റെ സ്വന്തം അസംബ്ലി മണ്ഡലത്തിലെ അവസ്ഥകളും അവരുടെ സ്വന്തം അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് കണ്ണൂരിൽ നടന്നൊരു കപട നാടകമാണ്, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, അവരെ വഞ്ചിക്കുന്ന ഒരു കപട നാടകമാണ് നടന്നിട്ടുള്ളത്. അത് പത്തനംതിട്ട ആറന്മുളയിലെ MLA, ഈ ജില്ലയിലെ MLA ആയിട്ടുള്ള ശ്രീമതി വീണ ജോർജ് അവർ നടത്തിയുള്ള വഞ്ചനയാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു MLA എന്നുള്ള നിലയിലും ഒരു കാരണവശാലും അവർ ചെയ്തുകൂടാത്ത മഹാപാതകങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇന്നലെ കേരളമെമ്പാടും നടന്നിട്ടുള്ള അക്രമത്തിൻ്റെ എല്ലാം ഏക ഉത്തരവാദി ശ്രീമതി വീണ ജോർജാണ്. അവർക്ക് ഈ അഴിമതിയിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂടണം. അതാണ് വെല്ലൂരിൽ ശ്രീമതി എന്നോട് CPMയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞാണ്, ആരാണെന്ന് നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പറയില്ല. അവർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തിന് മുമ്പ് ചികിത്സ നേടിയിട്ടുണ്ടോ എന്ന് ഞാൻ വീണ ജോർജ് ചോദിക്കുകയാണ്. അവിടെ ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ചോദിക്കുകയാണ്. ഇത്ര ആഗോള പ്രസിദ്ധമായ കേരളത്തിലെ ആരോഗ്യമേഖല, ആ ആരോഗ്യമേഖലയിൽ സ്വന്തം മന്ത്രിക്ക് പോലും നല്ല ചികിത്സ ലഭിക്കില്ല എന്നതുകൊണ്ടാണോ ബഹുമാനപ്പെട്ട മന്ത്രി വെല്ലൂരേക്ക് പോയത്? വെല്ലൂരേക്ക് പോയിട്ടുണ്ടോ, ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന് മന്ത്രി വ്യക്തമാക്കണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വിശ്രമിക്കുമ്പോൾ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടോ? ഈ 2 കാര്യങ്ങൾ മന്ത്രി പറയണം. ഇപ്പോൾ മന്ത്രിയുടെ കൈക്ക് ഉണ്ടായ പരിക്ക് നേരത്തെ ഉള്ളതാണെന്ന് വിഷ്വൽ മീഡിയ എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ കഴുത്തിലുള്ള പരിക്കാണ്. അതും പത്തനംതിട്ടയിൽ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് അത് നേരത്തെ ചികിത്സ തേടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മന്ത്രി വ്യക്തമാക്കേണ്ടതാണ്. മന്ത്രിക്കെതിരെയുള്ള
ഗുരുതരമായ ആരോപണമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം മന്ത്രി വ്യക്തമാക്കുക. അവർ സത്യസന്ധമായി പറയണം. അവർക്ക് വീഴ്ച പറ്റിയെന്ന് അവർ പറയണം. അവരെ ഒരു നാടകം കളിച്ചു തുറന്നു പറയണം. പറഞ്ഞ് കേരളത്തിൽ ഡിവൈഎഫ്ഐയും SFIക്കാരും CPMമാരും നടത്തുന്ന അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം. കാരണം കലാപം ഉണ്ടായതിന് മുഴുവൻ കാരണം ഈ ഒരു വ്യക്തി മാത്രമാണ്. അവരാണ് ഉത്തരവാദി. അതുകൊണ്ട് വീണ ജോർജ് ഇക്കാര്യത്തിൽ പരസ്യമായ ജനങ്ങളോട് മാപ്പ് പറയണം. ജില്ലയിലെ CPM നേതൃത്വം അവരെ നിലയ്ക്ക് നിർത്തണം. ജില്ലയിലെ CPM നേതൃത്വം ഈ മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അവരെ നിയന്ത്രിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ജില്ലയിലെ CPM നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത്. കഴുത്തിലാണ് എനിക്കറിയില്ല. ഒരു സർജറി നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മന്ത്രി തന്നെ വെളിവാക്കട്ടെ. മന്ത്രിക്ക് ഒരു സർജറി നടന്നിട്ടുണ്ടോ, ചികിത്സ നടന്നിട്ടുണ്ടോ, മന്ത്രി അവിടെ വീൽ ചെയറിൽ ആശുപത്രിയോടെ സഞ്ചരിച്ചിട്ടുണ്ടോ, എന്നൊക്കെ മന്ത്രി വ്യക്തമാക്കട്ടെ. അവരുടെ അസുഖം ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ സ്വകാര്യ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. മന്ത്രി ഞാൻ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു ചികിത്സയ്ക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയെ ആശ്രയിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ MV ഗോവിന്ദനും മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന പോലെ ഈ ആഗോള പ്രസിദ്ധി നേടിയ കേരളത്തിലെ ആരോഗ്യ മേഖലകളുടെ എന്ത് പ്രയോജനം?